ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റിയലിസ്റ്റിക്കായി ഒരു കണ്ണ് എങ്ങനെ വരയ്ക്കാം എന്ന വീഡിയോയുമായാണ്. നിങ്ങൾക്കിത് ഈസിയായി മനസ്സിലാക്കുന്നതിന് വേണ്ടി 5 ഘട്ടങ്ങളായാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് 1, കണ്ണിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെ വരയ്ക്കാം. സ്റ്റെപ്പ് 2, കണ്ണിലെ കൃഷ്ണമണിക്കുള്ളിലുള്ള പ്യൂപ്പിൾ എങ്ങനെ വരയ്ക്കാം. സ്റ്റെപ്പ് 3, കൃഷ്ണമണിക്കുള്ളിലുള്ള ഷെയ്ഡിംഗ് എങ്ങനെ നൽകാം. സ്റ്റെപ്പ് 4, കണ്ണിൻ്റെ വൈറ്റ് പോർഷനിൽ ഷെയ്ഡ് എങ്ങനെ നൽകാം. ഫൈനൽ സ്റ്റെപ്പ്, പൂർണ്ണമായ കണ്ണും അതിൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡിങ്ങും. നിങ്ങൾക്കും ജീവൻ തുടിക്കുന്ന ഒരു കണ്ണ് വരയ്ക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. കണ്ണിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നതിനായി 0.5-ൻ്റെ മെക്കാനിക്കൽ പെൻസിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. കൃഷ്ണമണി വരയ്ക്കുമ്പോൾ ആവശ്യമായ ഹൈലൈറ്റ് നൽകുക. ഹൈലൈറ്റ് നൽകുന്നത് പ്രകാശം കണ്ണിൽ അടിക്കുന്നതിനെ ആശ്രയിച്ചാണ്. ഗ്രാഫൈറ്റിൻ്റെ 6P പെൻസിൽ ഉപയോഗിച്ച് കണ്ണിൻ്റെ ഉള്ളിലുള്ള ഔട്ട്ലൈൻ കുറച്ചുകൂടി ബോൾഡാക്കി വരയ്ക്കുക. 10Bയുടെ ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ച് കൃഷ്ണമണിക്കുള്ളിലുള്ള പ്യൂപ്പിൾ ഡാർക്ക് ചെയ്യാം. ഇനി ഞാൻ വരയ്ക്കുന്നത് കൺപീലികളാണ്. അതിനുവേണ്ടി 0.5-ൻ്റെ 4B ലെഡുള്ള മെക്കാനിക്കൽ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. കൃഷ്ണമണിയുടെ ഉൾഭാഗത്ത് ഷെയ്ഡ് നൽകുന്നതിന് 6Pയുടെ ഗ്രാഫൈറ്റ് പെൻസിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ നൽകിയ ഷെയ്ഡ് സ്മൂത്ത് ചെയ്യാനായി ടിഷ്യൂ പേപ്പറോ പേപ്പർ സ്റ്റമ്പോ ഉപയോഗിക്കാം. 0.5-ൻ്റെ മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് പ്യൂപ്പിളിൻ്റെ ചുറ്റും ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. അതിനുശേഷം 10Bയുടെ പെൻസിൽ ഉപയോഗിച്ച് ഹൈലൈറ്റ് ഇല്ലാത്ത ഭാഗം ഡാർക്ക് ചെയ്യാം. ഹൈലൈറ്റിൽ ഷെയ്ഡ് വരാത്ത വിധത്തിൽ കൃഷ്ണമണിക്ക് ചുറ്റിലും വീഡിയോയിൽ കാണുന്നത് പോലെ ഡാർക്ക് ചെയ്യുക. പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് സ്മൂത്ത് ചെയ്യാം. വീഡിയോയിൽ ഉപയോഗിക്കുന്ന പെൻസിലും മറ്റ് ഉപകരണങ്ങളും വാങ്ങുന്നതിനായി ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. കണ്ണിൻ്റെ വൈറ്റ് പോർഷൻ വരയ്ക്കുന്നതിനായി ഔട്ട്ലൈൻ്റെ 6P പെൻസിലാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് പോർഷൻ ഷെയ്ഡ് നൽകുമ്പോൾ ഹൈലൈറ്റ് നൽകിക്കൊണ്ട് ഷെയ്ഡ് നൽകാൻ ശ്രദ്ധിക്കുക. ചിത്രത്തിന് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയാണിത്. പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് ഈ ഭാഗം സ്മൂത്ത് ചെയ്യാൻ മറക്കരുത്. അടുത്തതായി ഷെയ്ഡ് നൽകുന്നത് കൺപോളയ്ക്കാണ്. ഇവിടെയും ഹൈലൈറ്റ് ശ്രദ്ധിക്കുക. ഇവിടെയും ഞാൻ 6P പെൻസിലാണ് ഉപയോഗിക്കുന്നത്.
6B പെൻസിൽ ഉപയോഗിച്ച് ഈ ഭാഗത്ത് ഒന്നുകൂടി ഡാർക്ക് ചെയ്യുക. പോയിന്റ് 5ൻ്റെ 4B ലെഡുള്ള മെക്കാനിക്കൽ പെൻസിൽ ഉപയോഗിച്ച് കൺപീലികൾ വരയ്ക്കുക. അതിനൊപ്പം 10Bയുടെ പെൻസിൽ ഉപയോഗിച്ച് ഡാർക്ക് ചെയ്യുക. ഡ്രോയിങ് കംപ്ലീറ്റ് ആകുന്ന സമയത്തും കൺപീലികൾ ഡാർക്ക് നൽകുന്നത് പെർഫെക്റ്റ് ആയിരിക്കും. സിക്സ് ബി പെൻസിൽ ഉപയോഗിച്ച് കൺപോള ഭാഗത്ത് ഒന്നുകൂടെ ഡാർക്ക് ചെയ്യുക. കണ്ണ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇറേസർ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്ത ശേഷം വരച്ച് പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.